കോട്ടയം മണർക്കാട് പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. 9,000 കോഴികളെയാണ് ഇവിടെ വളർത്തിയിരുന്നത്. എല്ലാം കൂട്ടത്തോടെ ചത്തിരുന്നു. വിവരങ്ങളുമായി ഷിനോജ് എസ് ടി ചേരുന്നു. ഷിനോജ്, ഗുഡ് മോർണിംഗ്. ഈ കൂട്ടത്തോടെ പക്ഷികൾ ചത്തൊടുങ്ങുന്നത് നമ്മൾ ആലപ്പുഴയിൽ കുട്ടനാട് ഭാഗത്തൊക്കെ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും മറ്റൊരു സ്ഥലത്ത് കൂടി, കോട്ടയം ജില്ലയിൽ കൂടി പക്ഷിപ്പനി സ്ഥിരീകരിക്കുകയാണല്ലോ. ആശങ്കാജനകമാണോ കാര്യങ്ങൾ? മോത്തി, കോട്ടയം മണർക്കാട് പ്രവർത്തിക്കുന്ന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലാണ് ഇപ്പോൾ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏകദേശം 9,000-ലധികം കോഴികളെയാണ് ഇവിടെ വളർത്തിയിരുന്നത്. ഇവയെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ കൂട്ടത്തോടെ ചത്തിരുന്നു. ഇതിനെ തുടർന്ന് ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഈ മണർക്കാടുള്ള ഈ പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നത്. കളക്ടർ തന്നെയാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഈ കേന്ദ്രം, പക്ഷി വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന 1 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ പക്ഷിപ്പനി ബാധിത മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ മേഖലയിലെ ഈ 1 കിലോമീറ്റർ ചുറ്റളവിലെ പക്ഷികളെല്ലാം തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇതിനെല്ലാം സംസ്കരിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. മാത്രമല്ല, മണർക്കാട് പഞ്ചായത്തിലെ 12, 13, 14 വാർഡുകളെയും പുതുപ്പള്ളി പഞ്ചായത്തിലെ 2, 3 വാർഡുകളിലെയും ഈ കോഴി, താറാവ്, കാട, മറ്റ് വളർത്തുപക്ഷികൾ എന്നിവയൊക്കെ മുട്ട, ഇറച്ചി തുടങ്ങിയവയുടെ വിൽപ്പനയും നിരോധിച്ചിട്ടുണ്ട്.